ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി സോഫയിൽ ചെന്നിരിക്കുകയാണ്. 24 മണിക്കൂറും അയാളുടെ സർവീസ് ചെയ്തു കൊടുക്കണം അത്രേ. ഇത്രയും നേരമായ സ്ഥിതിക്ക് ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ വിളിക്കുകയാണ് കേട്ടോ. ഇദ്ദേഹം എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ എന്ന് ചോദിച്ച് ശ്രുതി ആ ഫോൺ എടുക്കാണ്. ഹലോ ശ്രുതികുമാരി ലക്ഷ്മി, എന്താ സുഖല്ലേ നിനക്ക്? ഇത് ചോദിക്കാനാണോ നിങ്ങൾ ഇപ്പോൾ വിളിച്ചത്? അതിനല്ല, അതെവിടെ എന്ന് ചോദിക്കട്ടോ. ഏത്? അല്ല, നിന്റെ മുഖത്ത് ഉള്ള ആ ഒരു പുഞ്ചിരി. അയ്യോ സർ, അതിപ്പോഴും എൻ്റെ മുഖത്ത് തന്നെ ഉണ്ട്. ഫോണിലൂടെ ആയതുകൊണ്ട് അത് കാണാൻ പറ്റാഞ്ഞിട്ടാ. ഓ അങ്ങനെയാണല്ലേ. നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് പ്രകാരം 24 മണിക്കൂറും നീ എന്നോട് പുഞ്ചിരിച്ച മുഖത്തോടെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. 24 മണിക്കൂറും ഞാൻ എന്ത് സർവീസ് പറഞ്ഞാലും അത് ചെയ്തു തരികയും വേണം. ഫോണിലൂടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, അല്ലാത്തത് ഞാൻ അങ്ങ് നേരിട്ട് വരും. എന്താ, അത് പറ്റില്ലേ? ഓ അങ്ങനെ ആവാം സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെ നിന്ന് പോയാലും മനസമാധാനത്തോടെ ആളുകളെ വിടില്ല. 24 മണിക്കൂറും അയാളുടെ സർവീസിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം പോലും. വിത്ത് സ്മൈൽ അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം ഈ ശ്രുതികുമാരി ലക്ഷ്മി ആരാണെന്ന്. പുഞ്ചിരിയോടുകൂടി സർവീസ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അയാൾ ഇങ്ങോട്ട് വിളിച്ച് വെറുപ്പിക്കുന്നതിന് പകരം ഞാൻ അങ്ങോട്ട് വിളിച്ച് അയാളെ ഞാൻ ഇന്ന് ഉറങ്ങാൻ വിടത്തേയില്ല എന്നും പറഞ്ഞ് അശ്വിനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അശ്വിൻ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് മരുന്നെടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി വിളിക്കുന്നുണ്ട്. ആ ശ്രുതി, എന്താന്ന് വെച്ചാൽ പറ. അതെ സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് സാറിനോട് സംസാരിക്കുന്നത്. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. ഇല്ല ശ്രുതി, എനിക്കൊന്നും ആവശ്യമില്ല. നീ ഇപ്പോൾ പോയി കിടക്ക്, ഞാനും കിടക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് പറയുമ്പോൾ, ഇല്ല സാർ, ഞാൻ ഇന്ന് ഉറങ്ങുന്നേ ഇല്ല. എൻ്റെ ബോസിന് വേണ്ടി 24 മണിക്കൂറത്തെ സർവീസ് ഏറ്റെടുത്തതുകൊണ്ട് എനിക്കിന്നും ഉറക്കമില്ല. സാറിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ അടുത്ത് വിളിക്കാട്ടോ എന്നൊക്കെ പറയുമ്പോൾ, ആ ഓക്കെ ശ്രുതി എന്നും പറഞ്ഞ് അശ്വിൻ കട്ട് ചെയ്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണേ. അങ്ങനെ ശ്രുതിയുടെ കോൾ വരികയും അശ്വിൻ അത് എടുക്കാണ് കേട്ടോ. എന്താ ശ്രുതി? ഞാൻ പുഞ്ചിരിയോടുകൂടി സാറിന്റെ സർവീസിന് കാത്തിരിക്കുകയാണ്. ഓ വാട്ട് ദ ഹെൽ ശ്രുതി, എന്താ ഇത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നീ കിടന്നോ എന്നുള്ള കാര്യം? ഞാനൊന്നും ഉറങ്ങാനൊന്നും പോകുന്നില്ല സർ. സാറിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോ വിളിച്ചത്. ഈ രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മറുതലക്കിൽ ഞാനുണ്ടെന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ശ്രുതി സ്റ്റോപ്പ് ഇറ്റ്, എനിക്കിപ്പോ ഒരു ആവശ്യമില്ല. നീ പോയി കിടക്ക ശ്രുതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നീട് ശ്രുതി വീണ്ടും വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അശ്വിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വെച്ചിരിക്കാട്ടോ. അപ്പോൾ ശ്രുതി വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഉറങ്ങണ്ട എന്നും പറഞ്ഞ് മറ്റൊരു ഫോണിലോട്ട് വിളിക്കുകയാണേ. അങ്ങനെ അശ്വിൻ വന്ന് എടുക്കുന്നുണ്ട്. അതെ സാർ, ഇത് ഞാനാ ശ്രുതിലക്ഷ്മി. നിങ്ങളുടെ സർവീസിന് വേണ്ടി ഞാൻ എപ്പോഴും റെഡിയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാ ഞാൻ. ശ്രുതി, നിനക്ക് എന്താ പ്രശ്നം? നീ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? സാറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട്. അതെ, സാറിന്റെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ ഫോണിലേക്ക് വിളിക്കാന്ന് കരുതി അങ്ങനെ വിളിച്ചതാ ഞാൻ. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പുഞ്ചിരിച്ച മുഖത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ് സർ. ശ്രുതി സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കാൻ കേട്ടോ നമ്മുടെ അശ്വിൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.